ഗുഡ് മോർണിംഗ്. നമ്മുടെ കലോത്സവം ശരിക്കും എറണാകുളം ജില്ലാ ബേസ് ചെയ്ത് എറണാകുളം ഏരിയയിൽ എവിടെയാണ് നടക്കാറ്. നമ്മുടെ നാട്ടുകാരനായ മനോജ് മൂത്തേടൻ്റെ കഴിവ് കൊണ്ട് ശരിക്കും ആക്ച്വലി അങ്ങനെ തന്നെ പറയണം. ഇതുവരെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നല്ല ഒറ്റ മികവിലാണ് നമുക്ക് കുറുപ്പുംപടിയിൽ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും അത് എളുപ്പത്തിൽ നമുക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ കഴിഞ്ഞത്. പക്ഷേ എത്ര കാര്യങ്ങൾ ചെയ്താൽ പോലും ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഓൾറെഡി കുറേ പേരുടെ കൈപ്പിടിയിലാണ് ഈ വക കാര്യങ്ങളൊക്കെ ഒതുങ്ങി നിൽക്കുക. അപ്പോൾ സമ്മാനാർഹരെ വരെ നിശ്ചയിക്കുന്നത് കാശും പെരുമയിലൊക്കെയാണ്. സാധാരണ കുട്ടികൾക്ക് വളരെ ആദർശികമായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഈനത്തിൽ വേണ്ടപ്പെട്ടവരില്ലെങ്കിൽ മാത്രമാണ് അത് ആ സമ്മാനം പുറത്തേക്ക് ചാടുകയുള്ളൂ. പ്രത്യേകിച്ച് പ്രൊഫഷണലിസമുള്ള പ്രോഗ്രാമുകൾ ഇനങ്ങളിലെല്ലാം അതിനൊക്കെ നമ്മൾ ശക്തരായിട്ട് പ്രതിഷേധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ഇതുപോലുള്ള വേദികളിലൊക്കെ പോകാനുള്ള ഒരു അവസരം കിട്ടിയാൽ അവർക്ക് അതിൽ മുന്നേറാൻ കഴിയണമെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സമ്മാനാർഹരെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അവനവൻ്റെ ആളുകൾക്ക് സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ അവനവൻ്റെ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ട്രൂപ്പുകൾ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ കെയർ ഓഫിൽ വന്നേക്കണത്, അങ്ങനെ ഒത്തിരി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളുടെ കപ്പാസിറ്റിയിൽ കൊടുക്കുന്ന സമ്മാനത്തിനൊക്കെ നമ്മൾ പ്രതിഷേധിക്കുകയും അത് മനസ്സിലാക്കുകയും വേണം. ശരിക്കും അതെന്നെ ബാധിക്കുന്ന കേസല്ല എന്ന് നിങ്ങളാരും ധരിക്കരുത്. നമ്മളൊക്കെ ബാധിക്കുന്ന കേസാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കുട്ടികളൊക്കെ ഈ ഒരു പോസ്റ്റിൽ ഇതുപോലുള്ള കാര്യത്തിന് കുട്ടികളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഞാൻ ഈ കലോത്സവ വേദിയിൽ പോണ സമയത്ത് ഈ ഒരു പ്രോഗ്രാമായിരുന്നു ഏറ്റവും മോശം പ്രോഗ്രാം. ഈ പറഞ്ഞ സമ്മാനം കിട്ടിയ പ്രോഗ്രാമായിരുന്നു ഏറ്റവും മോശം പ്രോഗ്രാം. അത് മാത്രമല്ല, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാമിന് അവർ അനുവദിച്ചേക്കണ ആ ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണ് അതിന് സമ്മാനം കൊടുക്കുന്നത്. അതൊക്കെയാണ് അവർ പ്രതിഷേധിക്കാനുള്ള കാരണം. അപ്പോൾ ഇതിന്ന് നിങ്ങൾ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുണ്ടായ കാര്യം എന്നുള്ളത്. ഞാൻ മനോജിനോടൊന്നും പരാതിപ്പെട്ടായിരുന്നു. മനോജിനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോജിന് അതിൽ കയറി ഇടപെടാൻ പറ്റില്ല. സംഘാടക സമിതി മെയിൻ ആളാന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള കാര്യത്തിന് ജഡ്ജ്മെൻറ്റിനൊന്നും കയറി ഇടപെടാൻ പറ്റില്ല. അതിൻ്റേതായ നോംസ് ഉണ്ട്. ആ നോംസിനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് ശാന്തമാക്കി വിടാൻ മാത്രമേ പറ്റുള്ളൂ. അവരെല്ലാവരും ശാന്തമാക്കി വിട്ടു. ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അത്. ആ കുട്ടികളുടെയൊക്കെ ആ സെക്കൻഡ് വന്നിരുന്ന കുട്ടി, ആ ഗ്രൂപ്പ്, തേർഡ് വന്നിരുന്ന ഗ്രൂപ്പൊക്കെ സങ്കടപ്പെട്ട പോയെ. പക്ഷെ അവരുടെ അടുത്തൊന്നും ഫണ്ടില്ല. അവർ പരാതി കൊടുക്കും, അല്ലെങ്കിൽ പരാതി കൊടുക്കും. അവരുടെ ബാക്കിൽ മണി പവർ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ട്രൂപ്പിലെ അംഗങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഫയൽ ചെയ്തേനെ. അവർ 15,000 കൊടുത്ത് ആ പരാതി കൊടുക്കും. ഞങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാണ്, ഇത് റോങ് ആണെന്ന് പറഞ്ഞ്. അവരുടെ അടുത്ത് പൈസ ഇല്ലാഞ്ഞ കാരണം കൊണ്ടും അതുപോലെ ട്രൂപ്പ് അല്ലാതിരുന്നുകൊണ്ടും അവർ ചെയ്തില്ല. അത് മാത്രമല്ല, സമ്മാനം കിട്ടിയവരൊക്കെ നേരത്തെ കടന്നുപോയി. ആ ഏരിയയിൽ നിന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വല്ല തല്ലേം കൊല്ലേം ചെയ്തേനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാമോശമായിരുന്നു. അത്രയും കാര്യങ്ങൾ അതിനുണ്ടായിരുന്നു. ഇവരൊക്കെ ആ പിള്ളേരൊക്കെ ഭയങ്കര പവറിൽ നിൽക്കായിരുന്നു. ആ ഡാൻസ് ചെയ്ത കുട്ടികളൊക്കെ ഭയങ്കര പവറിലായിരുന്നു. എന്തായിരുന്നു എന്നറിയാമോ? എനിവേ, ഞാനത് നേരെ കാണാനിടയാ നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് ഓർത്തിട്ട് ഒരു വീഡിയോ ഇട്ടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.